സകല ജഗത്തിലെയും ദൈവമായ യഹോവയെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. പക്ഷെ ജീവനുള്ള ദൈവത്തെ പിൻപറ്റുവാൻ നിങ്ങൾ തയ്യാറാകണം. ഈ ജീവനില്ലാത്ത ദൈവങ്ങളെ സേവിക്കുവാൻ നിങ്ങൾ ഒരിക്കലും അതിനുശേഷം ദൈവം വിളിക്കാൻ ശക്തനാണ്. അതിൻ്റെ പുറകെ പോകുന്നത് പറയുവാൻ ഇടയാക്കുന്നു. ചില കമ്പനികളൊക്കെ അപ്രകാരം കട്ടി കൊടുക്കുന്ന കുറിച്ച് പറയുവാൻ ഒരു അവസരം ഉണ്ടാകുമ്പോൾ കടന്നുകൊണ്ട ഭവനങ്ങളൊക്കെ ഓർമ്മിക്കാൻ ദൈവജനം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദേശത്ത് അപ്രകാരം അനേക കുടുംബങ്ങളുള്ള കണ്ടുകൊണ്ടുള്ള ജീവിതങ്ങളൊക്കെ അപ്രകാരമുള്ള സംരക്ഷണത്തിലൂടെ കടന്നുപോകുന്നവരാണ്. എന്ന് പറയുകാലം ദൈവം ഞങ്ങളെ ഇപ്രകാരം നിലനിർത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തോടെ സ്തോത്രം ചെയ്യുന്ന വായിച്ച വചനം അതേ ഞാനിപ്പോൾ കുടുംബക്കാരത്തെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഹോഷയ പ്രവചനമാണ്. അത് ഹോഷയുടെ ആ പ്രവചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത് സ്നേഹത്തോടുള്ള ദൈവസ്നേഹമാണ്. എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുക, ആ ജനത്തെ സ്നേഹിച്ചിട്ട് ദൈവത്തിൻ്റെ സ്നേഹം മറന്ന് നീയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് അതിനകത്ത് നിത്യ സ്നേഹം കൊണ്ട് ദൈവം സ്നേഹിച്ചിരിക്കുന്നത് പ്രവർത്തന ചേർത്തിരിക്കുന്നത്. എത്രത്തോളം ദൈവം ആ ജനത്തെ സ്നേഹിച്ചിട്ട് ആ ജനം ദൈവത്തെ വേണ്ടത്തിൽ സ്നേഹിക്കാതെ ഇതേ ദൈവത്തോട് വിശാന്തി വാങ്ങിച്ച് നടക്കുന്നത് അനുഭവങ്ങളാണ്. ദൈവദാസം വായിച്ച് നാമൊക്കെ വായിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ്. പലപ്പോഴും അതെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനവധി സന്ദർഭങ്ങളിൽ ദൈവമാണ് സ്വീകരിച്ചാലും പലപ്പോഴും നമ്മൾ പല അവസ്ഥകളിൽ ജീവിത സാഹചര്യം നമ്മൾ ദൈവത്തെ വിട്ട് കടന്നു പോകുന്ന അവസ്ഥകളെല്ലാം അതൊക്കെ മറന്ന് നമ്മളെ സ്നേഹിക്കുക ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളോട് സ്തുതിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നോക്കിയ ദൈവത്തിൻ്റെ മകൾ സ്നേഹത്തോട് നമ്മളോട് സ്തുതിക്കുന്നു. ഹോശേയ 4:16 വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ സ്നേഹിക്കുക. അതേപോലെ പലപ്പോഴും ഇസ്രായേൽ ദുശാഠ്യമുള്ള ഒരു പശുക്കിടാവിനെ പോലെയാണ്. അത് എത്രത്തോളം ഇങ്ങോട്ട് പിടിക്കുക അങ്ങോട്ട് മാറി പോകുന്ന ലോകത്തിലേക്ക് ഇറങ്ങിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി കുഞ്ഞാടിനെ പോലെ അവരെ വിശാല സ്ഥലത്ത് നയിക്കാൻ കഴിയത്തില്ല. എന്നാൽ നമ്മെ അപ്രകാരം ഒരു കുഞ്ഞാടിനെ പോലെ നമുക്ക് വേണ്ടി അറക്കപ്പെട്ട ഒരു കുഞ്ഞാടുണ്ട്. നമ്മൾ ആ പാവമുള്ളവരായി തീരുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ വിശാല സ്ഥലത്ത് കർത്താവിനെ നയിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്രകാരം സമർപ്പിക്കുവാണ്. ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ വചനത്തിലൂടെ പറഞ്ഞല്ലോ, നമ്മുടെ ഇഷ്ടങ്ങളല്ല നമ്മുടെ താല്പര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അനുസരിച്ചാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ വിധേയപ്പെടുത്തി കൊടുത്താൽ ദൈവം നമ്മുടെ മനോഹര വസ്തുവാക്കിയെടുക്കാൻ ദൈവത്തിൻ്റെ കാര്യം നമ്മുടെ ജീവിതമുള്ള വിശ്വാസങ്ങൾ നമ്മുടെ സ്വഭാവങ്ങൾ ദൈവത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ പോലുള്ള അവസ്ഥകളാണ്. എന്നാൽ ദൈവങ്ങളെ നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ദൈവങ്ങളെ സമർപ്പിക്കാം. ദൈവങ്ങളെ നിങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുവാണ്. ദൈവമാക്കിയ ഇടങ്ങളിൽ കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ വിശ്വസിക്കുന്നതോടെ കർത്താവിനെ ഉയർത്തുവാൻ ദൈവത്തെ പ്രാപ്തരാക്കണം. ദൈവത്തിന്റെ പ്രാർത്ഥന ആവശ്യമാണ്. ഒരു സ്വയമായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഭഗവാനെങ്കിൽ മാത്രമേ ഒരു വാക്ക് ചിരിപ്പാൻ കഴിയുള്ളൂ, ഒരു ചുവരെടുത്ത് വെക്കുവാൻ കഴിയുള്ളൂ. സംബന്ധിക്കുവാൻ വാർത്താവിനെ സമർപ്പിക്കുന്നു. ഇതുവരെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിന് സകലമാനോ മഹത്വം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി അഭ്യർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗത്തിൽ ഞങ്ങൾക്ക് വീണ്ടും
കുടുംബമായി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ആയുസ് മാർഗ്ഗം കർത്താവ് നൽകിയതിനായി സ്തുതിക്കുന്നു. ഈ 2024 വർഷം നവംബർ മാസം 17 ദൈവസഭയിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും കർത്താവ് ആയുസ് മാർഗ്ഗം നൽകിയതിനായി സ്തോത്രം. കടന്ന നല്ല ദൈവമക്കൾക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹമന്ദിരം അറിയിക്കുന്നു. പ്രത്യേകമായി കർത്താദാസൻ എബ്രഹാം പാസ്റ്റനായി സ്തോത്രം ചെയ്യുന്ന ഷജി ആൻറ്റിക്കായി സ്തുതിക്കുന്നു. മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കുടുംബമായി കർത്താവ് അവരെയും വഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവിൻ്റെ കരം പിടിച്ച് അവിടെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. മോശ 30 ലക്ഷം ജനത്തെ നോക്കി ആവർത്തന ദിവസം 1-ാം അധ്യായത്തിന് 32-ാം വാക്യം മോശ പറയുന്ന ഒരു പിതാവ് തന്നെ മകൻ്റെ കൈ പിടിച്ച് നടത്തുന്ന പോലെ ഇന്നയോളം സർവ്വശനായ ദൈവം നിങ്ങളെ കൈ പിടിച്ച് നടത്തി എന്ന് നിങ്ങൾ തന്നെ കണ്ടുവല്ലോ എന്നാണ്. തൻ്റെ അനുഭവം പറയല്ല, ദൈവജനത്തെ നോക്കി താൻ പറയുകയാണ്, നിങ്ങളെ ഈ കഴിഞ്ഞ 30 ലക്ഷം ജനത്തെ 1-2 പേര് നമ്മളിരിക്കുന്ന 10 പേരല്ല, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സഭയായാലും അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സഭയ്ക്ക് ഏകദേശം സൗത്ത് കൊറിയയിലുള്ള 10 ലക്ഷം ഉള്ളൂ. സ്തോത്രം. ഇത് 30 ലക്ഷം ജനത്തോട് താൻ മുഖമായി അവർ നോക്കി പറയുകയാണ്, ഈ 30 ലക്ഷം ജനത്തെ ദൈവം 30 ലക്ഷം ജനത്തിന് ആവശ്യം എന്നുമുള്ള ആഹാരം കൊടുത്തു. അവർക്ക് താമസിക്കാനുള്ള ഞാൻ ഈ ദിവസങ്ങൾ ചിന്തിക്കുകയാണ്, 30 ലക്ഷം ജനം ഈ പത്തനംതിട്ട ജില്ലയിൽ 10 ലക്ഷം ജനമുള്ളൂ ഇപ്പോഴത്തെ ജനസംഖ്യ. കാരണം പകുതി ആൾക്കാർ പുറത്താണ്. ഇന്നലെയും ഞങ്ങൾ അയൽവാസിയ ഹൈന്ദവ സഹോദരന്മാരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയും, ഇവിടെ നിന്ന് ആൾ ഇല്ല, പകുതി ജനം ഇവിടെ ഇല്ല. വീടുകളൊക്കെ ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കിയിട്ട് അവർ വീടും പണിത് പൂട്ടിയിട്ടിരിക്കുക. നമ്മുടെ ഉദ്ദേശമാണ് പറഞ്ഞത്, എങ്കിലും ബന്ധുക്കോസുകാരുടെ വീടാണല്ലോ കൂടുതൽ ഇവിടെ ഉള്ളത്. അതെല്ലാം പൂട്ടിയിരിക്കുക, എല്ലാവരും പുറത്താണ്. സ്തോത്രം. അപ്പോൾ 10 ലക്ഷം ജനമുള്ള ഒരു ക്രിസ്തീയ കൂട്ടായ്മ അവർ കണക്ക് കൂട്ടിയപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കണക്ക് കൂട്ടിയപ്പോൾ ആകെ 10 ലക്ഷം ജനമുള്ളൂ. പക്ഷേ ഈ 30 ലക്ഷം ജനത്തിന് വേണ്ടി ഭക്ഷണവും വെള്ളവും അവർക്ക് താമസിക്കുക ഒരു പഞ്ചായത്ത് പോരാ. ആ ഒരു സ്ഥലം അത് ഓരോ ദിവസം പാളയം ഓരോ ദിവസം ഓരോ സമയങ്ങൾ പാളയം അടിക്കാൻ വേണ്ടി അവിടെ വീണ്ടും മോശ പറയാണ്, ദൈവം മോശയോട് പറയാണ്, സ്വതന്ത്രം ലേവ്യ പുസ്തകം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം അന്വേഷിച്ചു എന്നാണ്. നിങ്ങളായിട്ട് സ്ഥലം കണ്ടുപിടിച്ചതല്ല. സ്തോത്രം. അപ്പോൾ അതിനർത്ഥം 30 ലക്ഷം ജനത്തിന് വേണ്ടി ദൈവത്തിന് സ്ഥലം കണ്ടുപിടിക്കുവാൻ ദൈവം അത് അന്വേഷിച്ചു, അവർക്ക് സ്ഥലം കൊടുത്തു എങ്കിൽ എൻ്റെയും നിങ്ങളുടെയും വീടിൻ്റെ സ്ഥലം അത് അന്വേഷിപ്പാൻ ദൈവം ഇന്നും വിശ്വസനാകുന്നു. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. സ്തോത്രം. നമ്മുടെ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളെ അത് ഏത് സ്കൂളിൽ പഠിക്കണം, ഏത് കോളേജിൽ പഠിക്കണം, ഏത് ജോലി സ്ഥാപനത്തിൽ ഏത് ജോലിക്ക് പോകണം എന്നൊക്കെയെല്ലാം ദൈവം മുന്നമേ അന്വേഷിച്ച് അത് തരുവാൻ അവൻ വിശ്വസനാകുന്നു. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഞാൻ അവൻ്റെ മക്കളായി അത് പേരുണ്ടായാൽ പോരാ, അവൻ അതുപോലെ സ്നേഹിക്കണം. സ്തോത്രം. കർത്താവ് ഞാൻ ഈ ദിവസങ്ങൾ അത് ദൈവാത്മാ നൽകിയ അങ്ങനെ പല ചിന്തകൾ. ഒന്നാണ് അത് ദൈവം സർവശക്തനായ ദൈവം പിതാവായ ദൈവം നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം പുത്രനെ തന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവനെ തന്നു. അപ്പോൾ പിതാവ് അത് ചെയ്തു. സ്വന്തം പുത്രനായ യേശുക്രിസ്തു എന്ത് ചെയ്തു? താൻ തൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് സ്വയമായി നമുക്ക് വേണ്ടി തന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരത്രയും തന്നപ്പോൾ എനിക്ക് ദൈവത്തിന് നിങ്ങളുടെ കാര്യം ഞാൻ ചോദിക്കുന്നില്ല, പറയുന്നില്ല. സ്തോത്രം. എനിക്ക് രാകേഷായ എനിക്ക് ദൈവത്തിന് എന്ത് കൊടുക്കാൻ സാധിക്കുന്നു, ഞാൻ എന്ത് കൊടുക്കുന്നു. സ്തോത്രം. സ്വന്തം മകനെ, ഈ മകനെ നേടാൻ വേണ്ടി, മക്കളായ നമ്മളെ മക്കളെന്ന് വിളിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ ദൈവം ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നു. എവിടെ വരെ? ക്രൂശിലെ അതേ മരണമാണ് ദൈവം തനിക്ക് വേണ്ടി കൊടുത്തത്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, യേശുക്രിസ്തു തൻ്റെ ശരീരം നമുക്ക് വേണ്ടി തന്നു. തൻ്റെ ഇഷ്ടങ്ങൾ 33 വർഷം. അത് എളുപ്പമല്ല, ചിന്തിച്ചാൽ ആത്മാവിലെ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? ദൈവം സ്വർഗം വിട്ട് മനുഷ്യനായി തീർന്നു എന്ന് ഇന്നും പലർക്കും പരിഹാസമാണ്. നമ്മുടെ പെന്തക്കോസ്ത് ലോകത്തിൽ ഇപ്പോൾ ആൾക്കാർക്ക് വിശ്വാസമില്ല. യേശുക്രിസ്തു വന്ന് മരിച്ചെന്നൊക്കെ അത് കഥ മറ്റുള്ള ക്രിസ്ത്യാനി ഇപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ അവർ വന്ന് ക്രിസ്മസ് ഹല്ലേലൂയ പൊട്ടിക്കും, ഹല്ലേലൂയ പറയും, പൊട്ടിക്കുകയും ചെയ്യും, പടക്കം പൊട്ടിക്കും, കേക്കും മുറിക്കും, പോകും. അപ്പോൾ അവർക്ക് അത്രേ ഉള്ളൂ, മനുഷ്യനെന്തോ ഒരു ആഘോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ വെളിപ്പാടാണ് സർവശക്തനായ ദൈവം ഓരോരുത്തരും കൊടുക്കുന്ന വെളിപ്പാട്. എന്താണ്? സർവശക്തനായ ദൈവം യേശുക്രിസ്തു അത് തൻ്റെ സകല മഹിമയും വിട്ട് അവൻ ദാസരൂപം എടുത്തു. സ്തോത്രം. ആ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, ഹീനമായ മരണം മരിച്ചു. സ്തോത്രം. അത് ലഭിക്കുന്ന, ആ ദർശനം ലഭിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ.
പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട അതേ സംഗീത ഭാഗത്ത് നിന്ന് കർത്താവ് ദാസൻ നമ്മൾ പ്രബോധനം നൽകിയ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഒരു കാലത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് ചില ആഴ്ചകളിൽ ആ ഒരു സംഗീതത്തിനെ വളരെ ശക്തിപ്പെടുത്തുകയും പല സഭകളിൽ പോയി പറയുകയും മാത്രം ഞാൻ അനുഭവിച്ച സന്തോഷം, അത് ബാല്യം മുതൽ നമ്മളെ ഉപദ്രവിക്കുന്ന അനുഭവം ഉണ്ട്. സ്തോത്രം. അത് ഇസ്രായേൽ ജനത്തിനുണ്ട്, ഓരോ വിശ്വാസിക്കും ഉണ്ട്. അവിടെ നമ്മുടെ ജീവിതത്തിൽ പറയുമ്പോൾ നമ്മളെല്ലാവരും ബാല്യത്തിൽ വിശ്വാസം വന്നവരല്ല. പക്ഷേ നമ്മുടെ വിശ്വാസം വന്ന സമയം മുതൽ, അത് ഏത് സമയത്തായാലും അത് നമ്മുടെ ബാല്യമാകുന്നു. അപ്പോൾ വചനം പറയുന്നു, അവർ ബാല്യം മുതൽ എന്നെ അവർ ഉപദ്രവിച്ചു. വേറെ സംഗീതം പറയുകയാണ്, കാരണം കൂടാതെയാണ് അവർ ഉപദ്രവിക്കുന്നത്. കാരണം കൂടാതെ ഉപദ്രവിക്കുന്ന കൂട്ടം ലോകത്തിനുണ്ടെങ്കിൽ അത് പെന്തക്കോസ്തുകാരനാണ്, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഭക്തനാകുന്നു. കാരണം കൂടാതെയാണ്. പക്ഷെ കാരണമുണ്ട്. എന്താ കാരണം? ഞാനും നിങ്ങളും ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, ഞാനും നിങ്ങളും എന്നിലും നിങ്ങളിലും ദൈവത്തിന് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. പിശാചിന് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. സ്തോത്രം. പക്ഷെ നമ്മൾ യഥാർത്ഥ ഭക്തന്മാരായാലേ പോരാട്ടമേ ഉള്ളൂ, അല്ലാത്ത പക്ഷം പോരാട്ടം ഇല്ല. ലോകത്തിൽ എല്ലാവർക്കും കഷ്ടമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ ചെന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ദൈവാത്മാവ് അത് ശക്തമായി ഓർപ്പിക്കുന്ന കാര്യമാണ്. ഞാനും നിങ്ങളും സൗഖ്യം പ്രാപിച്ച ആരും വിശ്വാസം വരില്ല. വരുമോ? വന്നൊരു കാലം ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം അതൊക്കെ നിർത്തി. ഞാനും നിങ്ങളൊരു അത്ഭുതം ചെയ്താൽ പോലും ഞങ്ങൾ ഈ ദിവസങ്ങൾ ഈ കോളേജ് ഭാഗത്ത് പോയ പല ഹൈന്ദവർ പറഞ്ഞതാണ്, ഇവിടുത്തെ ബ്ലെസ്സിങ്ങിൻ്റെ ആളുണ്ടല്ലോ അയാൾ, ബ്ലെസ്സിങ്ങിൻ്റെ അവിടെ പോയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഹെവൻലി ഫീസ്റ്റിൽ പോയിട്ടുണ്ട്. സൗഖ്യം പ്രാപിക്കുക അവർക്ക് ഇപ്പോൾ അവിടെ ഒന്നും താല്പര്യമില്ല, പോകുന്നില്ല. അവിടെ യേശുവിനെ കുറിച്ച് പറഞ്ഞതാ, ചിലർ സൗഖ്യം പ്രാപിച്ചതാ, പക്ഷെ ഇപ്പോൾ അവർക്ക് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത അവസ്ഥയാണ്. യേശുവിന് വേണ്ടാത്തൊരു അനുഭവം. സ്തോത്രം. PG ബെർസ്കിൻ്റെ ഓഫീസിൽ പോയി ഞാൻ, അത് വേറൊരു കാര്യത്തിന് പോയതാണ്. ഓഫീസിൽ പോയപ്പോൾ കത്തോലിക്ക സ്ത്രീ അവിടെ ഇരിക്കുന്നത്, PG ബെർഗീസിൻ്റെ രക്ഷിക്കപ്പെട്ട പോലും ഇല്ല. ശരി, സോറി, എന്നാലും ഉദാഹരണം സത്യം പറഞ്ഞാൽ എന്നാൽ പാസ്റ്റർ അത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും പാസ്റ്ററിൻ്റെ ഓഫീസിലിരിക്കുന്നത് രക്ഷിക്കപ്പെടാത്തൊരു സഹോദരിയാണ്. അവർക്ക് അത്രയും. അപ്പോൾ ഞാൻ ഒരു ചെവി കേൾക്കാത്ത ഒരാളുടെ കാര്യം പറയുമ്പോൾ അപ്പം എന്നോട് ചോദിച്ചു, അയ്യോ സാറിപ്പോൾ 2 ദിവസം മുമ്പ് വന്ന് പോയുള്ളൂ, ഇനി അടുത്ത മാസം വരുള്ളൂ. ഞാൻ അടുത്ത മാസം നിൽക്കണ്ടേ, സാറൊന്ന് കൊണ്ടുവന്നാൽ പ്രാർത്ഥിപ്പിക്കാമെന്ന്. സ്തോത്രം. വേറൊരു ഹൈന്ദവ സഹോദരി 35 വർഷം മുമ്പ് ദിനകരൻ ഫോണിൽ കൂടി പ്രാർത്ഥിച്ചു. ദിനകരൻ ഇവിടെ കൺവെൻഷൻ ആ സമയത്ത് വന്നപ്പോൾ, എവിടെയാണ് മറന്നേ, കോട്ടയത്ത് എവിടെയായിരുന്നു, 35 വർഷം മുമ്പേ വന്നപ്പോൾ അന്ന് അവർക്ക് പോകാൻ പറ്റിയ മകന് വേണ്ടി, തളർന്ന ഒരു മകനായിരുന്നു. 35 വർഷം മുമ്പേ, 3 വർഷം മുമ്പ് 38-ാം വയസ്സിൽ മരിച്ചു. പക്ഷേ അന്ന് പോയി കാണാൻ പറ്റാണ്ട് അവർ ഫോണിൽ കൂടി, പിന്നെ ആരോ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ച് ഫോണിൽ കൂടി പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം പ്രാപിച്ചു പാസ്റ്ററെ. അപ്പം പൂർണ്ണ സൗഖ്യമല്ല, അവൻ തളർവാദം മാറി, അവൻ തൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ആ സൗഖ്യം പ്രാപിച്ചു. പക്ഷെ അവർ ഇന്നും ഹൈന്ദവ വിശ്വാസമില്ല. അപ്പോൾ യേശു കൊടുത്ത സൗഖ്യം കൊണ്ട് എന്ത് ഗുണം? സ്തോത്രം. കർത്താവിന് ഉദ്ദേശം, കർത്താവ് തന്നെ ജീവികൾക്ക് അല്ല. ഇന്ന് ഇവിടെ നമ്മൾ ഇതിന് കീഴിൽ ഉറുമ്പ്, ആ ഉറുമ്പിനെ മെതിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. പക്ഷെ അതിനോട് പോലും ദൈവം കരുണ കാണിക്കുന്നുണ്ട്, അതുപോലും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന് എല്ലാം എന്താ ഇഷ്ടം, എന്താ ദൈവത്തെ താല്പര്യം? എന്നെ അറിഞ്ഞ എൻ്റെ ജനം. പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പാസ്റ്റർ പിന്നെ എടുത്ത് പറഞ്ഞു, അത് ജാതികളായിരുന്നു നമ്മൾ, പക്ഷെ നമ്മൾ എന്ത് ആക്കി വെച്ചു? രാജകീയ പുരോഹിത വർഗം എന്നും പറഞ്ഞ് നമ്മൾ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. അല്ല, നമ്മൾ കാറിലാണ് പോകുന്നത്. അല്ല, പ്രൈസ് ദി ലോർഡ്. കാറിൽ പോകുന്നവർക്ക് അവിടെ സ്വർഗത്തിലെ സ്ഥാനമില്ല, അത് പാസ്റ്റർ ആയാലും. പ്രൈസ് ദി ലോർഡ്. കാറിൽ പോകും. ഞങ്ങൾ ഇഷ്ടംപോലെ ഇവിടെ തെക്കേമല താമസിക്കുന്ന ധാരാളം പാസ്റ്റർമാരുണ്ട്. എല്ലാം വണ്ടിയിലും എന്ത് പൊങ്ങച്ചമ്പത്തിലാണ് പോകുന്നതാണ്. ഞങ്ങൾ 2 പേരും ഭാര്യയും ഭർത്താവ് വെറുതെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ചിരിക്കുക പോലും ഇല്ല. സത്യം പറയാം. സ്വന്തം നമുക്കിപ്പോൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് എന്നെക്കാട്ടും കൂടുതൽ പാസ്റ്റർമാരെ കുറിച്ച് അറിയാം, ഈ ദേശത്ത് പാർക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പുച്ഛമാണ്. പെന്തക്കോസ്ത് കേൾക്കുമ്പോൾ, പാസ്റ്റർ കേൾക്കുമ്പോൾ പുച്ഛമാണ്. സ്വത്രം. പാസ്റ്റർമാർ തന്നെ കാണുമ്പോൾ അടിച്ചു വിട്ടാൽ പോകുന്നത്. ചിലർ സ്ലോ ആക്കും. എൻ്റെ നോക്കടാ ഞാൻ സോറി ഇട്ടാ എന്നാൽ മനസ്സിലിരിപ്പം നോക്കടാ ഞങ്ങൾ പോവാന്ന്, ഒരു ലിഫ്റ്റ് പോലും തരാൻ. എന്നാൽ അവിശ്വാസിയായ അല്ല ദൈവവിശ്വാസമല്ല മാർത്തോമാക്കാരൻ. കഴിഞ്ഞ ദിവസം ഞങ്ങളെ കണ്ടിട്ട്, കഴിഞ്ഞ ആഴ്ച ലിഫ്റ്റ് തന്നതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ മെഞ്ഞാന്ന് കണ്ടിട്ട് അദ്ദേഹം മുമ്പോട്ട് പോയി. ഞങ്ങൾ നിൽക്കുന്ന കണ്ടു. അപ്പോൾ ഞങ്ങൾ വേണ്ട കൈ കാണിച്ചു. അദ്ദേഹം പോയിട്ട് വണ്ടി തിരിച്ചുകൊണ്ട് വന്നു. പാസ്റ്ററെ, എന്ത് വണ്ടി? 10 ലക്ഷത്തിന് വണ്ടി, ഹോണ്ട 10 ലക്ഷം 10-15 ലക്ഷം വണ്ടി പുള്ളി തിരിച്ചു കൊണ്ടുവന്നു.
പക്ഷെ അപ്പോഴത്തേക്കും ഓട്ടോ വന്ന് ഞങ്ങൾ ഓട്ടോ കയറിപ്പോയി, കാരണം ഓട്ടോക്കാരൻ്റെ പൈസ പോലെ കളയണ്ടല്ലോ. അപ്പോൾ പുള്ളി മുന്നിൽ കയറിക്കോളാം. ഇന്നലെ ആ മനുഷ്യനെ കണ്ടു, കൃത്യം സമയത്ത് ഞങ്ങൾക്ക് ലിഫ്റ്റ് വന്നു. അപ്പം ആ മനുഷ്യത്വം ഒരു വിഷയം, ദൈവമക്കളെ നമുക്ക് എന്തോരം കാണിക്കണം. കർത്താവ് പറഞ്ഞ ഒരു ദരിദ്രയായ ഒരു അമ്മച്ചിയാണ്, അവൾക്കുള്ള സകലവും ആകെ 2 വെള്ളി കാശുള്ളൂ. അടുത്ത നേരം മൂന്നാമത്തെ നേരം എന്ത് കഴിക്കുന്നു അവൾക്ക് അറിയില്ല, ഇല്ല. പക്ഷേ ഉണ്ടായത് ആ 2 വെള്ളിക്കാശ്, അല്ലെങ്കിൽ ആ 2 കാശ് അവൾ ഇട്ടു. അതിൻ്റെ വീഴുന്ന ശബ്ദം യേശു കേട്ടിട്ട് പറയാണ്, മറ്റുള്ളവർ കോടാനുകോടി ഇട്ടു, പക്ഷെ അതൊന്നും ഞാൻ കേട്ടില്ല, ഇവളിട്ട 2 കാശ്. സ്തോത്രം. നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ കഷ്ടതയിലും നാം ചെയ്യുന്ന കർത്താവിന് വിലയേറിയത്. കാരണം അവൻ കഷ്ടം അനുഭവിച്ചവനാണ്, അവൻ കഷ്ടതയിൽ സൗഖ്യമാക്കി. യേശു കഷ്ടതയിലാണ് സൗഖ്യമാക്കിയത്. പാസ്റ്റർ പറഞ്ഞ ആ ഒരു ദൂതനോട് ചേർന്ന് പറയട്ടെ, അതേ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഒത്തിരി പുരോഹിതന്മാരുണ്ടായിരുന്നു. എളുപ്പം അവർക്ക് മക്കളുണ്ടായിരുന്നു, അവർക്ക് അനുഗ്രഹിക്കാൻ എളുപ്പമാണ്. ഇല്ലപ്പോൾ അനുഗ്രഹിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇല്ലായ്മയിൽ സക്കറിയാവ് ഇല്ലാത്തവനായിരുന്നു. സക്കറിയാവ് എലിസബത്ത് ഇല്ല, മക്കളില്ലാത്തവൻ, വർഷങ്ങളോളം മക്കളില്ല. പക്ഷേ എന്നിട്ടും ആ വർഷങ്ങളെല്ലാം താൻ ജനത്തെ നോക്കി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ആരോഗ്യം ഇല്ലെങ്കിലും, സ്തോത്രം, സുഖമില്ലെങ്കിലും, അതാ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ഇടുങ്ങി നിൽക്കുന്നവരല്ല. ആ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ ആ വാക്യങ്ങളൊന്ന് വായിച്ച പൗലോസ് പറഞ്ഞു, ഞങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, രോഗമുണ്ട്, വേദനയുണ്ട്, പക്ഷേ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. കാരണം അത് ദൈവത്താലാണ് അവർ അനുഗ്രഹിക്കപ്പെടുന്നത്. എന്നിൽ വ്യാപരിക്കുന്ന അനുഗ്രഹത്തിന് ശക്തിയാകിയാൽ ഞാൻ മറ്റുള്ളവരെ നോക്കി എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വായിച്ചേ 2 കൊരിന്ത്യർ 4-ന്റെ സകല വിധത്തിലും ഞങ്ങൾ കഷ്ടം അനുഭവിക്കുക. എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. മക്കളെ, ആരെങ്കിലും കളിയാക്കിയാൽ ഇടുങ്ങിയിരിക്കാൻ പാടില്ല. സ്തോത്രം. ഞാൻ ആദ്യത്തെ ആഴ്ച വന്നപ്പോഴും പറഞ്ഞ കാര്യമാണ്, നമ്മളെ കളിയാക്കും, നമ്മളെ കളിയാക്കില്ല. കാരണം നമ്മൾ ഈ ഷർട്ടും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ ഇവരെ കണ്ടാൽ പിടിയെന്ന് മനസ്സിലാവും പെന്തക്കോസ്താന്ന് ആരും പറയണം. പിന്നെ ഞങ്ങൾ വെള്ള ഇട്ടാൽ, അത് ആ ജോഷുവ ഇട്ടാലും ഇപ്പോൾ വെള്ള ഷർട്ട് വീട്ടിൽ പോയിട്ടിട്ട് ഒന്ന് പുറത്തിറങ്ങിക്കുക, പാസ്റ്ററാന്ന് ചോദിക്കും. ഇപ്പോഴത്തെ കളിയാക്കി പാസ്റ്റർമാരെന്നെ പറയുന്ന കളിയാക്കി പറഞ്ഞ പാച്ചെന്ന പോട്ടെ. സ്തോത്രം. ഇവിടെ വന്നപ്പോൾ പഠിച്ചതാ പാസ്റ്ററുമല്ല. കാരണം കളിയാക്കി അത്രയായി. ഇനി കുറച്ച് 5 വർഷം കഴിഞ്ഞാൽ എത്ര പോലും ഉണ്ടാവുമെന്ന് ആർക്കറിയാം. അപ്പം എൻ്റെ നിമിത്തം എൻ്റെ രക്ഷകന്റെ നാമം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ വചനം പറഞ്ഞാലേ, ബാല്യം മുതൽ എന്നെ ഉപദ്രവിച്ചെങ്കിൽ അവരെന്നെ ജയിച്ചില്ല. കാരണം എന്നിൽ വ്യാപരിക്കുന്ന ജയത്തിന് ആത്മാവുണ്ട്, ആത്മശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഓരോ ദിവസവും ഞാൻ പ്രാപിച്ചാലേ എനിക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും താഴെ വെച്ചാണ്ടി ബുദ്ധിമുട്ടുണ്ട്. പൗലോസ് പറയാം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, ലോകസൗഖ്യം ഇഷ്ടംപോലെ ആൾക്കാർക്ക് കൊടുത്തവൻ, 36 വർഷം പ്രവർത്തിച്ച് 30 സഭകൾ സ്ഥാപിച്ച മനുഷ്യൻ പറയാണ്, ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാ. പക്ഷേ നിരാശ വരുന്നില്ല. നമുക്ക് നിരാശ ഉണ്ട്. അയ്യോ, നല്ലൊരു ജോലിയില്ലല്ലോ, നല്ലൊരു വീടില്ലല്ലോ, ഞങ്ങൾക്കിപ്പോൾ സ്വന്തമായ വീടുമില്ല. ഉറപ്പ്. സ്വന്തം സന്തോഷമാണ് പറയാൻ. വീടുണ്ടായിരുന്നു, 50 വർഷം വീടുണ്ടായിരുന്നു, മനഃപൂർവ്വമായി വിറ്റു. അങ്ങനെ ആരെങ്കിലും പൊട്ടന്മാർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? പണ്ട് ചെയ്തിട്ടുണ്ട്. സ്വന്തം ഇന്നത്തെ കാലത്ത് എൻ്റെ അപ്പൂപ്പനല്ല, എൻ്റെ ഉപ്പാപ്പൻ മാത്രമല്ല, ഇപ്പോൾ 1-2 പാസ്റ്റർമാരും ചിന്തിക്കാൻ തുടങ്ങി. പാസ്റ്റർ വേറെ വെളിവുകേട് ഇല്ലാത്തതുകൊണ്ടാണ്. ഉണ്ടായ വീട് 1 കോടിയോളം വിലയുള്ളത് 85 ലക്ഷത്തിനാണ് വിട്ട്. എന്നും പറഞ്ഞാൽ മൊത്തം ലക്ഷം എൻ്റെ കയ്യിലില്ല, ഒന്നുമില്ല. ഇപ്പോൾ ആകെ നിസാരമേ ഉള്ളൂ. സ്വന്തം ഇത് പറയാൻ എളുപ്പമാണ്. ഇത് ജീവിക്കുക അത്ഭുതം ചെയ്യാന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ അനുഭവിച്ച് പറയാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്വന്തം. കാരണം എന്താണ്? എനിക്ക് വേണ്ടി മരിച്ചവൻ, എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചവൻ, പ്രൈസ് ദി ലോർഡ്, കഷ്ടം അനുഭവിക്കുന്ന ഇടയിൽ പോയി ഞാൻ 1 കോടിയുടെ വണ്ടി പോയി കയറിയിട്ട് ഒരു വീട്ടിൽ പോയി പാവപ്പെട്ട ഒരു കുടിലിൽ പോയി പറയാ, യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിങ്ങൾക്ക് വീട് എന്ന് പറഞ്ഞാൽ അവർക്ക് ചിരിക്കുകയുള്ളൂ. എന്നാൽ വണ്ടി മാറ്റിയിട്ടിട്ട് പോയി പറയുകയാണെങ്കിൽ അത്രയെങ്കിലും ഒരു ആശ്വാസം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 2 മുതൽ വാക്യങ്ങൾ. ഇന്ന് പകൽ പെട്ടെന്ന് 8 മണിയ സമയത്താണ് ഞാൻ പെട്ടെന്ന് ദൈവാത്മാ ആ ചില ഭാഗങ്ങളും കൂടി എന്നോട് ഇടപെട്ടത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ 5-6 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചെന്നെ സഹായിക്കണം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം. യേശു കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വിളിച്ചിട്ട് പറയുന്ന കാര്യമാണ്. 2-ാം വാക്യം വായിക്കുന്നത്. ശിശുവിനെ പോലെ ആയിത്തീരണം.
ശിശു അടിച്ചാൽ നമ്മെ തിരിച്ചടിക്കുമോ? ഇല്ല. അതാ ശിശു. വഴക്ക് പറഞ്ഞാലോ? അന്ന് എങ്ങനെയായിരുന്നു? ശിശു ആയിരുന്നപ്പോൾ. ഇപ്പോൾ വഴക്ക് പറഞ്ഞാൽ വഴക്ക് തിരിച്ച് കുറച്ച് പറയും. ശിശു ആയിരുന്നപ്പോൾ കരയും. ആ സ്വഭാവം 53 വയസ്സായ രാകേഷ് ഭാഷ ഉണ്ടാകണമെന്ന് യേശു പറയാം. അല്ലെങ്കിൽ നീ അങ്ങോട്ട് പ്രവേശിക്കില്ല എന്ന് എന്നോട് പറയട്ടോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കില്ല. സ്തോത്രം. അതിന് 12 വാക്യം മുതൽ അതാണ് സ്പർശിച്ചത്. നമുക്ക് 100 ആട് വായിച്ചോ? അല്ലല്ല, അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യമുണ്ട്. തുടക്കം അങ്ങനെയല്ല. അതാ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ചോദ്യം ചോദിച്ചോണ്ടാ, നിങ്ങൾക്ക് എന്ത്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിനെ കുറിച്ചാ? ആദ്യം കാര്യം പറഞ്ഞിട്ടല്ലേ നമ്മൾ സാധാരണ ചോദിക്കുന്നത്, എങ്ങോട്ടാ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? പക്ഷെ കർത്താവ് ആദ്യമേ ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു. ഇനി വായിച്ചോ. ഒന്നിനെയാണ് എവിടെ പോയി? മലയിൽ പോയിട്ട്. സ്തോത്രം. മലയിൽ പോയി അവൻ തിരികെ. കാരണം മലയിലാണ് നഷ്ടപ്പെട്ടത്. പച്ചയായ പുൽപ്പുറങ്ങൾ നമുക്ക് സംഗീതകാരൻ 23 പറയുന്നുണ്ടെങ്കിലും ഇവിടെ പച്ചയായ പുൽപ്പുറത്തിലല്ല. ആ പുൽപ്പുറങ്ങൾ എവിടെയാണ്? മലയിലാണ്. മലയിൽ നഷ്ടപ്പെട്ടു പോയി. ഇവൻ താഴെ വന്ന മനുഷ്യനാണ്. പക്ഷേ ഒന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് കണ്ടപ്പോൾ പുറകെ പോയി. എത്ര 99 കഴിവുള്ളവർ, ആരോഗ്യമുള്ളവർ, പണമുള്ളവർ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയെന്ന് ഉഴന്ന് നടക്കുന്നവനെ തേടി ഈ ഒന്നിനു വേണ്ടി ആ മനുഷ്യൻ പോയി. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് അതേസമയം യേശു നമുക്ക് മറ്റുള്ളവരെ പോലെ വേറെ ഒന്നുമില്ലെങ്കിലും സ്തോത്രം, എനിക്ക് ഇന്നോ നാളെ ഒരു 10 കോടിയുടെ വീട് കിട്ടിയാൽ വിശ്വാസം ആരും വരത്തില്ല. നമ്മളെ എരിയിപ്പിക്കാൻ എരിവ് നമ്മുടെ മനസ്സിൽ എരിവിടാൻ വേണ്ടിയാ. അത് അവിശ്വാസിയായ നമ്മുടെ ചിലപ്പോൾ വിശ്വാസിയായ ഭർത്താവോ ഭാര്യയോ മക്കളോ, ചിലപ്പോൾ പാസ്റ്ററും അയൽവാസിയും, നമ്മൾ വിട്ട കൂട്ടം, അത് ഹൈന്ദവ വിശ്വാസനായിക്കോട്ടെ ക്രിസ്തീയ വിശ്വാസനായിക്കോട്ടെ, ഇവരെല്ലാം നമ്മോട് ചോദിക്കും, നിങ്ങൾക്ക് അയ്യോ കഷ്ടമാണല്ലോ, നിങ്ങൾക്ക് പ്രശ്നമാണല്ലോ, നിങ്ങളെന്താ രോഗം മാറാത്ത, നിങ്ങളുടെ കഷ്ടം എന്താ പോവാത്ത, നിങ്ങൾക്കെന്താ വീടില്ലാത്തത്? ചോദിക്കുന്ന എന്താ? ഇഷ്ടമുണ്ടായിട്ടാണോ? അല്ല. ഞാൻ മുദ്രപത്രം എത്ര വേണമെങ്കിൽ മുദ്രപത്രം എഴുതി വെക്കാം. നിങ്ങൾക്ക് എത്ര അനുഗ്രഹം ലഭിച്ചാലും ഇവരാരും വിശ്വാസം വരൂല. പിന്നെ എന്തിനു വേണ്ടിയാ? നമ്മളെ എരിവേറ്റാൻ വേണ്ടിയാ. അതും ആരുടെ പദ്ധതിയാണ്? പിശാചിൻ്റെ പദ്ധതിയല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മളൊന്ന് എരികേറ്റാൻ വേണ്ടി. പിച്ചു പിച്ചിന് വേണ്ടണ്ട. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് പിച്ചും. എന്തിനു വേണ്ടിയാ? വേദന അനുഭവിക്കാനാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. അവനിലേക്ക് നോക്കുവാൻ, പ്രൈസ് ലോർഡ്, അവനിൽ ആശ്രയിപ്പാൻ ആണ് കർത്താവ് അത് ചെയ്യുന്നത്. വായിച്ചോ. മതി. അപ്പം വിഷയം എന്താ? ഉഴന്ന് നടക്കുന്ന അനുഭവം. ഹാഗാറിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൾ ഉഴന്ന് നടന്നു. അവൾ അവിടുന്ന് മരുഭൂമി പോയി ഉഴന്ന് നടന്നു. എന്ത് കാരണം കൊണ്ട്? മനുഷ്യ ആശ്രയം അത്രയേ ഉള്ളൂ. മനുഷ്യന് ആശ്രയം തീരുമ്പോൾ നമ്മൾ ഉഴന്ന് നടക്കേണ്ടി വരും. പക്ഷെ അവിടെ അവൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നു. അവൾ കൂടുതൽ വിശ്വാസം ഉണ്ടായിട്ടില്ല, സ്നാനപ്പെട്ടില്ല, പക്ഷെ ദൈവം അവൾക്ക് വേണ്ടി ഇറങ്ങി വന്നു. ആര് കാരണം നിമിത്തം? അബ്രഹാം നിമിത്തം. സ്തോത്രം. എബ്രായർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. എബ്രായർ 15-ാം അധ്യായം 38-ാം വാക്യം. വിശ്വാസികളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ശക്തമായ ഈ ദിവസങ്ങൾ നമ്മൾ വ്യക്തമായി അറിയേണ്ട കാര്യമാണ്. എന്താ? നമ്മളെ പിതാക്കന്മാരൊക്കെ ആ ഒരു അനുഭവത്തിലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ട്. അത് ആ ഉള്ള അനുഭവത്തിൽ കർത്താവിന് നല്ലൊരു ഉദ്ദേശമുണ്ട്. വായിച്ചോ. കാടുകളിലും മലകളിലും അവർ, ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും അവർ ഉഴന്നു വലഞ്ഞു. സ്തോത്രം. കാരണം ലോകം അവർക്ക് യോഗ്യമല്ലായിരുന്നു. പ്രൈസ് ലോർഡ്. നമ്മുടെ ആദ്യ പിതാക്കന്മാർക്ക്, ഈ കേരളത്തിലുള്ള ആദ്യ പിതാക്കന്മാർക്ക് ഉണ്ടായത് എന്താണ്? ലോകം അവർക്ക് യോഗ്യമല്ല. യേശു താൻ തന്നെ പറഞ്ഞു, യോഹന്നാൻ 15:18 കൂടി, യോഹന്നാൻ 15:18, അത് ലോകം എന്നെ പകച്ചുവെങ്കിൽ നിങ്ങളെയും പകയ്ക്കും, ലോകം എന്നെ തള്ളിയെങ്കിൽ നിങ്ങളെയും തള്ളും. നമ്മളെ ലോകം സ്വീകരിച്ചു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്നിൽ ക്രിസ്തു ഇല്ല. മനസ്സിലായോ? ലോകം എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, ലോകം എന്നോട് കൈ തരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നിൽ ക്രിസ്തു ഇല്ല. ക്രിസ്തു എൻ്റെ ഉള്ളിടത്തോട് കാലം ലോകം എന്നെ പകയ്ക്കും. കാരണം എന്താണ്? എന്നിലുള്ള ആത്മാവും അവരുടെ ഉള്ളിൽ ആത്മാവ് വേറെയാണ്.
യാക്കോബ് പറഞ്ഞ പോലെ അതേ നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാളും ബലവാനാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളിലുള്ളവൻ ബലവാനാണ്, അവൻ പരിശുദ്ധനാകുന്നു, അവൻ സ്നേഹമുള്ളവനാകുന്നു. ലോകക്കാർക്ക് സ്നേഹമുണ്ടോ? ഉണ്ട്, സ്നേഹമുണ്ട്. ഈ ലോകത്ത് സമാധാനമുണ്ടോ? സമാധാനമുണ്ട്. പക്ഷെ അല്പം നേരത്തേക്കുള്ളൂ. സിനിമ കാണുമ്പോൾ 3 മണിക്കൂർ, കള്ളു കുടിച്ചാൽ 3, അല്ലെങ്കിൽ കുടിക്കുന്നതനുസരിച്ച് 3 മണിക്കൂർ, അല്ലെങ്കിൽ 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ, ചിലപ്പോൾ ഒരു ദിവസം രാത്രി മുഴുവനും. അതിന് പകൽ എണീക്കുമ്പോൾ അവന് ബോധമില്ലല്ലോ. രാത്രി മുഴുവൻ അത്ര കുടിക്കുന്നതനുസരിച്ചാണ്. പക്ഷേ ആത്മീയൻ അങ്ങനെയല്ല. ആത്മീയൻ അതേ ഹല്ലേലൂയ പൗലോസ് പറഞ്ഞാൽ അത് ആത്മാവിൽ എരിവുള്ളവരായും ആത്മാവിൽ അതേ സ്തോത്രം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും കർത്താവിനെ സ്തുതിക്കുവാൻ ഒരു കള്ളുടിയൻ്റെ ഒരു സ്വഭാവമാണ് പറയുന്നത്. ഏത് നമ്മുടെ ആത്മാവിലാകേണ്ടത്. എനിക്ക് വേണം വേണം വേണം. അവർ കുടിച്ചില്ലെങ്കിൽ, കള്ളുടിയന്മാർ കുടിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കും. അതുപോലൊരു അനുഭവം എനിക്ക് വേണം. ഓരോ പകൽ എണീക്കുമ്പോഴും ഇന്ന് 17-ാം തീയതി കഴിഞ്ഞു, നാളെ പ്രഭാതം കർത്താവ് എനിക്ക് ആത്മാശക്തി വേണം, എനിക്ക് ദൈവകൃപ വേണം, എനിക്ക് അങ്ങനെ വചനം വേണം, എനിക്കൊരു വെളിപ്പാട് വേണം, ദർശനം വേണം എന്നുള്ള ആ താല്പര്യം, ആ വാഞ്ച നമുക്ക് ഉണ്ടാകണം. അത് ഉണ്ടായാലേ കർത്താവ് വരുമ്പോൾ നമുക്ക് എടുക്കപ്പെടാൻ സാധിക്കുള്ളൂ. പൗലോസ് വീണ്ടും റോമ ലേഖനം പറയുന്നുണ്ട്, എൻ്റെ 8-ാം അധ്യായത്തിൽ പറയുന്നത് അത് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവൻ അല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവ് അതെന്താ? പരിശുദ്ധാത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവൻ. അപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് സഭയിൽ വരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു എന്നും കൊണ്ട് മാത്രം കാര്യം പോരാ. എന്തുകൊണ്ട്? ആത്മശക്തി വേണം. ആത്മാവിൻ്റെ എരിവ് എനിക്ക് വേണം. കർത്താവിന് വേണ്ടി, അതേ വേലയ്ക്ക് വേണ്ടി, പാസ്റ്ററിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ. എവിടെ ഞാൻ കിടക്കുന്നത്? ഞാൻ കഷ്ടത്തിലാണ് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭാരതത്തിലായിരിക്കുന്നു, പക്ഷേ എന്നെ ശക്തിപ്പെടുത്തുന്ന, എന്നെ ധൈര്യപ്പെടുത്തുന്ന ദൈവമുണ്ട്. കാരണം അവൻ ഇതെല്ലാം അനുഭവിച്ചതാ. യേശു കഷ്ടം അനുഭവിച്ചു, യേശു ദുഃഖം, പരിഹാസം എല്ലാം കർത്താവ് സഹിച്ചുകൊണ്ട് കർത്താവിന് വേദന അറിയാം. സ്തോത്രം. ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ ഇപ്പം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, ഒരു മിനിറ്റ്. ഓക്കെ. വചനമന്മേ ആമോസ്, സോറി, അല്ലെങ്കിൽ യിരെമ്യാവ് എടുത്തോ? യിരെമ്യാവ് എടുത്തെങ്കിൽ യിരെമ്യാവ് 50:6. യിരെമ്യാവ് 50:6. എൻ്റെ ജനം കാണാതെ പോയ ആടുകൾ ആയിത്തീർന്നിരിക്കുന്നു, അവരുടെ ഇടയന്മാർ അവരെ തെറ്റിച്ച് മലകളിൽ ഉഴന്ന് നടക്കുമാറാക്കുന്നു. അവരെ ഇടയന്മാരെന്ത് ചെയ്യുന്നു? അവരെ തെറ്റിച്ച് അവർ മലകളിൽ ഉഴലുമാറാക്കുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ യേശു പറയാനല്ല, 99 മാറ്റി വെച്ചിട്ട് ഒന്നിനെ, ആ ഉഴന്നു പോകുന്ന ആ ഒന്നിനെ തേടി വരുന്ന ഒരു നല്ല ഇടയൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മളെ തെറ്റിപ്പിക്കുന്ന ദുരുപദേശം ശക്തിയോടെ വളർന്നുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് നാം ആത്മാവിൽ വളർന്നാലേ നമുക്ക് ആത്മീയത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. കർത്താവ് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നത്. കർത്താവ് ആത്മാവ് ഈ ദിവസം അതിനുവേണ്ടി നമ്മളെ സഹായിക്കും, ബലപ്പെടുന്ന വെച്ചാൽ അതേ ഒരു ആത്മീയ ഉഴന്ന് നടക്കുന്ന അനുഭവം ഉണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയാണ് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, ദേശത്ത് നിന്ന് പുറത്താക്കിയപ്പോഴൊക്കെയും അവർ ഗുഹകളിൽ, മലകളിൽ അവർ ഉഴന്നു നടന്നു. കാരണം എന്താണ്? ലോകം യോഗ്യമല്ല. പക്ഷേ അവർ പ്രാപിച്ച ആത്മ ജയം പ്രാപിക്കാൻ കാരണം എന്താണ്? അവർ സ്വർഗീയമായത് കാംക്ഷിച്ചു. അവർ സ്വർഗത്തിലുള്ള ആ നഗരം അവർ കണ്ടിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഈ ലോകത്തിൽ ഉഴച്ചലുകൾ അവരെ ബാധിച്ചില്ല. അത് ബാല്യം മുതൽ അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവർ എന്നെ ജയിച്ചില്ലെന്ന് പറഞ്ഞ് ആ സാക്ഷ്യത്തോടെ അത് നമ്മൾ കണ്ണുകൾ അടയ്ക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല കർത്താവിന് വേണ്ടി അത് നല്ല അതേ പ്രയോജനമുള്ളതായി തീരും. ദൈവാത്മാ നമ്മളെ എല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും സഭയും കർത്താവ് ധാരാളമായി സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കണം. സ്വർഗീയ പിതാവേ, ഈ നൽകിയ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്ന സ്വർഗീയ ആരാധനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, കൂട്ടായ്മയ്ക്കായി സ്തോത്രം, കേൾപ്പിച്ച വചനങ്ങൾക്കായി, ദൂതുകൾക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളുടെ വിഷയങ്ങൾക്കായി, ഭാരങ്ങൾക്കായി, അവരുടെ സാക്ഷ്യങ്ങൾക്കായി, ഉപരിയായി പറയാത്ത പല വിഷയമുണ്ടല്ലോ, ക്ഷീണിപ്പിക്കുന്ന അനുഭവം ഉണ്ടല്ലോ, അതിന് മധ്യത്തിൽ അങ്ങയുടെ ആത്മശക്തി പകർന്ന് കർത്താവിന്റെ ആത്മാവ് ഓരോ ദിവസം അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്ന് പോലെയല്ലപ്പാ, നാളെ മുതൽ ശക്തിയോടെ, ബലത്തോടെ അതാവ് കടന്നു പോകുമ്പോൾ ആത്മബലത്തോടെ കടന്നു പോകാൻ സഹായിക്കണമേ. അതാ മുമ്പിലുള്ള താവ് കുഴികളെ, മുമ്പിലെ താവെ പിശായ സിംഹത്തിന്റെ വായ് കണ്ട്, താവെ പിളർന്ന വായ് കണ്ട് അതേപോലെ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ധൈര്യം ക്ഷയിച്ചു പോകാതെ, ഞാൻ എൻ്റെ ദൈവത്താൽ മതിൽ ചാടി കടക്കും, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, എൻ്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കുമെന്ന് പറയുവാൻ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സഹായിക്കും. വേറാരും ഹല്ലേലൂയ ഞങ്ങൾ സേവിക്കും. വേറാരും ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തു സർവശക്തനായവൻ, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ സൗഖ്യദായകൻ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തോടെ പോവാൻ
കർത്താവെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും അങ്ങനെ ദാസൻ കുടുംബത്തിൻ്റെ ദൈവസഭയും വന്ന സഹോദരിമാരെ യേശു ക്രിസ്തു നാമത്തിൽ അടിയനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ വലിയ പ്രവർത്തിക്കായ സ്തോത്രം. ബർമണികളെ ഒരുക്കണമേ, ആരും കൈവിട്ട് പോകാൻ ഇടവരാതെ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആരും വിശ്വാസത്തിലുള്ള ആരും കൈവിട്ട് പോകാൻ ഇടവരാതെ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ, ചെലവായി പോവാൻ ഈ കൊച്ചു സഭയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം, അനുഗ്രഹിച്ചനായ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദേവദാസൻ നന്ദി അറിയിക്കണം. അതുപോലെ നാമത്തെ